ഇന്ന് നമുക്ക് ഷാഹിദ് കപൂർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഒരു പെണ്ണിന്റെ പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഓ റോമിയോ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ മുംബൈയാണ് കാണിക്കുന്നത്. മുംബൈയിലെ ഒരു കപ്പലിലാണ് നായകനായ ഉസ്താരയും കൂട്ടരും താമസിക്കുന്നത്. ഉസ്താരയുടെ മെയിൻ പരിപാടി എന്തെന്നാൽ ആര് കാശ് കൊടുത്തിട്ട് ഒരാളെ കൊല്ലുവാനായിട്ട് പറഞ്ഞാലും ആ ഒരു കാര്യം കൃത്യമായിട്ട് ഉസ്താര ചെയ്യും. എന്ത് പരിപാടിക്കും കാശ് കിട്ടിയാൽ അത് ഉസ്താര കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഉസ്താരയ്ക്ക് അതെല്ലാം മതിയാക്കി ഇപ്പോൾ തന്റെ കൈവശമുള്ള കാശുമായിട്ട് തന്റെ കൂട്ടുകാരൻ ഫിജിയിലാണുള്ളത്. അവിടെ പോയി സെറ്റിലാക്കണമെന്നാണ് ഉസ്താരയുടെ ആഗ്രഹവും. എന്നാൽ ഇപ്പോൾ ഉസ്താരയെ കാണുവാൻ വേണ്ടിയിട്ട് DSP എത്തിയിരിക്കുക. DSPയുടെ പേര് ഇസ്മയിൽ എന്നാണ്. DSPക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജോലികൾ ഉസ്താര ചെയ്തിട്ടുള്ളതാണ്. DSP ആരെ എൻകൗണ്ടർ ചെയ്യുവാനായിട്ട് പറഞ്ഞാലും ഉസ്താരയാണ് അതൊക്കെ ചെയ്യുന്നത്. DSP പറഞ്ഞിട്ട് ഉസ്താര കൊന്നവരെല്ലാവരും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരും നാടിന് ദ്രോഹം ചെയ്യുന്ന ആളുകളൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉസ്താര എല്ലാം മതിയാക്കി ഫിജിയിലേക്ക് പോകുവാനായി നിൽക്കുന്ന സമയത്താണ് DSP എത്തിയിരിക്കുന്നത്. DSP ഉസ്താരയോട് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. ജലാൽ എന്നൊരാളുണ്ട്. അയാളാണെങ്കിലോ എല്ലാ ഗുണ്ടകളെയും കൺട്രോൾ വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ജലാല് ഒരു വിദേശിയാണ്. ജലാലിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും പണത്തിന്റെ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്നതെല്ലാം ഒരു പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറിനെ കൊല്ലണമെന്നായിരുന്നു DSP ആവശ്യപ്പെട്ടതും ഉസ്താര അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പ്രൊഡ്യൂസറുള്ള ഒരു സിനിമാ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഉസ്താര. എന്നിട്ടൊന്നും നോക്കിയില്ല, പ്രൊഡ്യൂസറിനെ കൊന്നുകളഞ്ഞു. മാത്രവുമല്ല പ്രൊഡ്യൂസറിന്റെ കയ്യിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് എടുത്തുകൊണ്ട് വരണമെന്ന് പ്രത്യേകം DSP പറഞ്ഞതനുസരിച്ച് ഡോക്യുമെന്റ്സുമായിട്ട് ഉസ്താര അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഉസ്താര കരുതുന്നത് അവസാനമായിട്ടുള്ള ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും ഫിജിയിലേക്ക് പോകാമെന്നായിരുന്നു. പക്ഷേ ഉസ്താര തന്റെ ആ ഒരു കപ്പലിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഉസ്താരയെ കാത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് അഫ്ഷാൻ. കാണാൻ നല്ല സുന്ദരിയായിരുന്നു അഫ്ഷാൻ. അഫ്ഷാനെ കണ്ടതും ഉസ്താര എന്താണ് നിന്റെ ആവശ്യമെന്ന് ചോദിക്കുന്നു. 3 പേരെ കൊല്ലണമെന്നായിരുന്നു അഫ്ഷാൻ ആവശ്യപ്പെട്ടത്. ഒരു വക്കീല്, ഒരു ഇൻസ്പെക്ടർ, പിന്നെ ഒരു റൗഡി. ഇവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കൈവശം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്കൊപ്പം ഒരു ബിരിയാണി കട നടത്തുകയാണ്. അവിടെ നിന്നും ഒരു ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ കുറച്ച് സ്വർണവുമുണ്ട്. അതെടുത്തിട്ട് ഞാൻ പറഞ്ഞ കാര്യം നടത്തി തരുമോ എന്ന് അഫ്ഷാൻ ചോദിക്കുന്നു. എന്നാൽ അഫ്ഷാനെ കളിയാക്കി ചിരിക്കുകയാണ് ഉസ്താര ചെയ്യുന്നത്. കാരണം ഉസ്താര ഒരു കൊട്ടേഷൻ വാങ്ങുന്നത് ഏകദേശം 30 ലക്ഷം രൂപയാണ്. അഫ്ഷാന്റെ കയ്യിൽ നിന്നും ബിരിയാണി വാങ്ങി തിന്നുകൊണ്ട് ഉസ്താര ഇങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ എടുക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് പറ്റില്ല. താനാണെങ്കിൽ ഫിജിയിലേക്ക് പോവുകയാണ്. ഇതെല്ലാം അവസാനിപ്പിക്കുവാനായും തീരുമാനിച്ചു എന്നുള്ള കാര്യം ഉസ്താര പറയുന്നു. ഉസ്താര അഫ്ഷാനെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്തത്. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴും ഉസ്താരയുടെ വീടിന് മുന്നിലായിട്ട് നിൽക്കുകയാണ് അഫ്ഷാൻ. ഉസ്താര എവിടെ പോയിട്ട് വരുമ്പോഴും അഫ്ഷാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവസാനം ഗതികെട്ട് ഉസ്താര അഫ്ഷാനെ അകത്തേക്ക് വിളിപ്പിക്കുന്നു. എന്താ എന്താ നിന്റെ ആവശ്യം? നീ പറയുന്നത് പോലെ ബിരിയാണി വാങ്ങി കഴിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു കൊട്ടേഷൻ എടുക്കണമെന്നാണോ എന്ന് ഉസ്താര ചോദിക്കുമ്പോൾ എനിക്ക് ഒരാളെ കൂടി കൊല്ലണം. അവന്റെ പേര് ജലാൽ എന്നാണെന്ന് കൂടി ഉസ്താരയോട് അഫ്ഷാൻ പറയുന്നു. അത് കേട്ട് ഉസ്താര പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം ഈ ജലാലാണെങ്കിൽ ഒരു വിദേശിയാണല്ലോ. ജലാലിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉസ്താരയും DSPയും കൂടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കുന്നതേയില്ല. അങ്ങനെയുള്ള ജലാലിനെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് അഫ്ഷാൻ പറഞ്ഞിരിക്കുന്നതും. എന്നാൽ എങ്ങനെയെങ്കിലും അത് ചെയ്തു തരണമെന്ന് അഫ്ഷാൻ പറയുമ്പോഴോ, ഞാൻ പറയുന്നത് എന്ത് നീ കേൾക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാനിത് ചെയ്യാമെന്ന് പറയുന്നു. അഫ്ഷാൻ ആണെങ്കിലോ ചെയ്യാമെന്ന് സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊപ്പം ഒരുമിച്ചൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു ഉസ്താരയുടെ ആവശ്യം. അത് കേട്ട് അഫ്ഷാനാണെങ്കിലോ, നിങ്ങൾ പറയുന്നത് എന്തിന് ഞാൻ തയ്യാറാണ്. ഞാനത് ചെയ്യാമെന്നും അഫ്ഷാൻ പറയുന്നു. അഫ്ഷാൻ കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. ഉസ്താര അത് കേട്ട് വീണ്ടും പൊട്ടിച്ചിരിക്കും. നിന്നെ കണ്ടിട്ട് നല്ല കുടുംബത്തിലൊരു പെൺകുട്ടിയാണെന്നാണല്ലോ തോന്നുന്നത്. അതൊന്നും ചെയ്യണ്ട, നീ ഇവിടെ നിന്ന് പോകുവാനായിട്ടും ഉസ്താര പറയുന്നു. സത്യത്തിൽ ഈ അഫ്ഷാന്റെ പ്രശ്നം എന്തെന്നാൽ അഫ്ഷാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയുണ്ടായി. അവനൊരു ഹിന്ദു ആയിരുന്നു. എന്നാൽ കോളേജിലായിരുന്ന സമയത്തും അവരുടെ പ്രണയം കൂടി വന്നുകൊണ്ടേയിരുന്നു. അഫ്ഷാന്റെ വീട്ടുകാരാണെങ്കിലോ രണ്ടുപേരുടെയും പ്രണയത്തിനെ എതിർത്തത് കൊണ്ട് തന്നെ അഫ്ഷാൻ ആ പയ്യനൊപ്പം ഇറങ്ങിപ്പോവുകയുണ്ടായി. രണ്ടുപേരും നേരെ എത്തിയത് ബോംബെയിലേക്കാണ്. ബോംബെയിലെത്തി ഒരു വീടും വാടകയ്ക്കെടുത്താണ് അഫ്ഷാനും അഫ്ഷാന്റെ ഭർത്താവും താമസിച്ചിരുന്നത്. എന്നാൽ അഫ്ഷാന്റെ ഭർത്താവിന് ജോലിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിച്ചിറങ്ങേണ്ടി വന്നു. ഭാര്യയും നോക്കണം, ആ
ഒരു കാര്യവും അഫ്ഷാന്റെ ഹസ്ബൻഡ് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം അഫ്ഷാന്റെ ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടി. അഫ്ഷാന്റെ ഭർത്താവ് അക്കൗണ്ടിംഗ് ഒക്കെ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു റൗഡിയുടെ അക്കൗണ്ടന്റ് ആയിട്ടാണ് അഫ്ഷാന്റെ ഹസ്ബൻഡ് കയറിയതും. കണക്കും കാര്യങ്ങളുമൊക്കെ അഫ്ഷാന്റെ ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടേയിരുന്നതും. അങ്ങനെ അവരുടെ ജീവിതം ഏകദേശം നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം അഫ്ഷാന്റെ ഹസ്ബൻഡ് വരുവാനായിട്ട് ലേറ്റായി. എത്ര തന്നെ ഇവൾ കാത്തിരുന്നിട്ടും വരുന്നതേയില്ല. എന്നാൽ അർദ്ധരാത്രിയായപ്പോഴോ കുറേ പേരാണെങ്കിൽ അഫ്ഷാന്റെ ഹസ്ബൻഡിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നു. ദേഹത്ത് ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായി, എന്ത് പറ്റിയെന്ന് അഫ്ഷാൻ ചോദിക്കുന്ന സമയത്ത് ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കുന്നു. അപ്പോൾ അതെ, ആ ഒരു റൗഡി അവിടെ നിൽക്കുകയാണ്. റൗഡിയാണെങ്കിലോ അഫ്ഷാന്റെ ഹസ്ബൻഡിനെ നോക്കിയിട്ട്, നിന്റെ ഹസ്ബൻഡ് കാരണമാണ് എന്റെ ജീവൻ ഇന്ന് തിരിച്ചു കിട്ടിയത്. എന്നെ ഉപദ്രവിക്കുവാനായി വന്നവരെല്ലാം തടഞ്ഞത് നിന്റെ ഹസ്ബൻഡാണ്. അവനെ നന്നായിട്ട് നോക്കണം. അവനാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ആ റൗഡി അവിടെ നിന്ന് പോകുന്നത്. അഫ്ഷാനാണെങ്കിലോ കരച്ചിലോട് കരച്ചിൽ. ഈ ഒരു ജോലി നമുക്ക് വേണ്ട, ഈ ഒരു ജോലി അവസാനിപ്പിക്ക്, വേറെ ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ അഫ്ഷാൻ പറയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് അഫ്ഷാന്റെ ഹസ്ബൻഡ് പറയുന്നത്, ഞാൻ ഈ ഒരു ജോലി അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുറപ്പായിട്ടും എന്നെ കൊല്ലും. കാരണം അവരൊരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ജോലി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ജീവനോടുകൂടി വെച്ചേക്കില്ല എന്നും അഫ്ഷാന്റെ ഹസ്ബൻഡ് പറയുന്നു. അത് കേട്ട് അഫ്ഷാനാണെങ്കിലോ ഒരുപാട് നിർബന്ധിക്കും. ഈ ഒരു ജോലി അവസാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവൾ നിർബന്ധിക്കുന്നു. അങ്ങനെ ദേഹത്തെ മുറിവുകളൊക്കെ ഉണങ്ങി ഏകദേശം ജോലിക്ക് പോകുവാൻ പറ്റുന്ന സമയമെത്തി. അഫ്ഷാന്റെ ഹസ്ബൻഡ് ആണെങ്കിലോ താൻ എന്തായാലും ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുവാനായി പോവുകയാണ്. ആ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അഫ്ഷാനോട് യാത്ര പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. കുറേ നേരം കഴിഞ്ഞതും അഫ്ഷാൻ ഒരു കോൾ വരുന്നു. ആ ഒരു കോളിൽ പറയുന്നത് കേട്ട് അഫ്ഷാൻ ഷോക്കായി പോവുകയാണ്. എന്തെന്നാൽ അഫ്ഷാന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിരിക്കുന്നു. ഒരു എൻകൗണ്ടറിലാണ് മരണപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് അഫ്ഷാൻ അറിഞ്ഞതും. അതോടുകൂടി അവൾ ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ അഫ്ഷാന്റെ ഹസ്ബൻഡിനെ എൻകൗണ്ടർ ചെയ്ത കേസ് കോടതിയിലേക്കും എത്തുകയാണ്. ഒരു ഇൻസ്പെക്ടറാണ് എൻകൗണ്ടർ ചെയ്തതും. ഇൻസ്പെക്ടറിന് വേണ്ടി വാദിക്കുവാനായിട്ട് ഒരു വക്കീലും എത്തുകയാണ്. വക്കീൽ പറഞ്ഞത് ആ ഒരു റൗഡിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഈ അഫ്ഷാന്റെ ഹസ്ബൻഡ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നത്. അവരുടെ ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇയാളും ഇടപെടാറുണ്ടെന്നായിരുന്നു വക്കീൽ വാദിച്ചതും. അങ്ങനെ ഇൻസ്പെക്ടറിനെ വെറുതെ വിടുകയും ചെയ്തു. അതോടുകൂടി അഫ്ഷാൻ ആകെ തകർന്നു പോയി. തന്റെ ഭർത്താവിന്റെ മരണശേഷം അഫ്ഷാനാണെങ്കിൽ അമ്മായിയമ്മയ്ക്കൊപ്പം ചേർന്ന് ബിരിയാണി കട നടത്തിയാണ് ജീവിക്കുന്നതും. എന്നാൽ അവളുടെ മനസ്സിൽ തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമായ ഇൻസ്പെക്ടറിനോടും വക്കീലിനോടും ആ ഒരു റൗഡിയോടും നല്ല ദേഷ്യമുണ്ട്. റൗഡിക്ക് മുകളിലായിട്ട് ഒരാളുണ്ട്. അയാളാണ് ഈ ജലാൽ. അയാൾ കാരണമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതും. അതുകൊണ്ട് തന്നെയാണ് അഫ്ഷാന് ജലാലിനോട് നല്ല ദേഷ്യമായത്. തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമായ 4 പേരെയും കൊല്ലണമെന്നാണ് അഫ്ഷാന്റെ മനസ്സിലെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അവൾ എത്തിയിരുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് ഉസ്താരയാണ് കാണിക്കുന്നത്. ഉസ്താരയ്ക്ക് ഫിജിയിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. അന്നേ ദിവസം അവൻ ഫിജിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ യാത്ര പറയുവാൻ വേണ്ടിയിട്ട് അഫ്ഷാൻ അടുത്തേക്ക് എത്തുന്നു. അഫ്ഷാൻ ബിരിയാണി കട നടത്തുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 10 ബിരിയാണി അഫ്ഷാന്റെ കയ്യിൽ നിന്നും പാഴ്സൽ വാങ്ങുകയാണ് ഉസ്താര. മാത്രവുമല്ല, ഉസ്താരയുടെ കാറിലേക്ക് കൊണ്ടുവന്ന ബിരിയാണിയെല്ലാം വെക്കുന്നതും അഫ്ഷാനായിരുന്നു. അപ്പോൾ കാറിന്റെ ഡിക്കിയിൽ ഒരു ഗൺ കിടക്കുന്ന കാര്യം അഫ്ഷാൻ കാണുന്നു. എന്തായാലും ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ താൻ തന്നെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാമെന്ന് ചിന്തിച്ച് ആ ഒരു ഗൺ അവൾ എടുക്കുന്നു. ഈ ഒരു കാര്യം ഉസ്താരയ്ക്ക് അറിയത്തേയില്ല. ഉസ്താര വാങ്ങിയ ബിരിയാണിയുമായിട്ട് നേരെ പോകുന്നത് ഇവരിടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ത്രീകളുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. അവിടേക്കാണ്. അതേസമയം ഉസ്താരയുടെ വണ്ടിയിൽ നിന്ന് കിട്ടിയ ഗണ്ണുമായിട്ട് അഫ്ഷാൻ നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. ആ ഹോട്ടലിൽ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അഫ്ഷാനാണെങ്കിലോ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് എങ്ങനെയെങ്കിലും അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്ന് തീരുമാനിക്കും. പക്ഷേ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നു. മാത്രമല്ല ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടായിരുന്നു. അതേ സമയം തന്നെയായിരുന്നു ഒരു കോഫി തറയിലേക്ക് വീഴുന്നത്. ആ ഒരു ഗ്യാപ്പില് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവുകയുണ്ടായി. ഇനി എന്ത് ചെയ്യുമെന്ന് അഫ്ഷാൻ ചിന്തിച്ചിരിക്കുന്ന സമയമായിരുന്നു വക്കീൽ അവിടേക്ക് വന്നത്. വക്കീൽ വാഷ്റൂമിലേക്ക് പോകുന്നത് അഫ്ഷാൻ കാണുന്നു. എന്തായാലും ഇൻസ്പെക്ടറിനെയോ കിട്ടിയില്ല. ഈ ഒരു വക്കീലിനെങ്കിലും കൊല്ലാമെന്ന് കരുതി അവളും പിന്നാലെ വാഷ്റൂമിലേക്ക് പോകും. എന്നിട്ട് വക്കീലിന്റെ മുന്നിലായിട്ട് നിന്ന് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് അഫ്ഷാൻ. അത് കാണുന്ന വക്കീലാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്തിട്ട് അവളുടെ കയ്യിൽ നിന്നും ഗണ്ണ് പിടിച്ചു വാങ്ങുവാനായും ശ്രമിക്കുന്നു. ഒടുവിൽ അഫ്ഷാനെ അയാൾ ഒരുപാട് തല്ലുകയാണ്. തല്ലി അവസാനം അഫ്ഷാൻ മരിക്കുമെന്ന അവസ്ഥയായി. എന്നാൽ അതേസമയം അവിടേക്ക് ഉസ്താര എത്തുകയാണ്.
ഉസ്താര ആ വക്കീലിനെ ഒരുപാട് തല്ലുകയും അഫ്ഷാന്റെ കയ്യിലിരുന്ന് ഗണ്ണ് വാങ്ങിയിട്ട് ഉസ്താര അയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതിനുശേഷം പരിക്ക് പറ്റിയ അഫ്ഷാനെ ഉസ്താര തന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. തന്റെ റൂമിൽ കിടത്തിയാണ് അവളെ നന്നായിട്ട് പരിചരിക്കുന്നതും. എന്നാൽ ഇപ്പോൾ ഉസ്താരയും ഉസ്താരയുടെ കൂട്ടുകാരനും കൂടി ഫിജിയിലേക്ക് പോകുവാനായി തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ആ ഒരു കാര്യം ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് മിസ്സായി. ഇനി അടുത്ത മാസം മാത്രമേ ഫ്ലൈറ്റ് ഉള്ളൂ. മാത്രമല്ല ഇനി വിസയും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നതും പാടാണെന്നുള്ള കാര്യം ഉസ്താരയോട് കൂട്ടുകാരൻ പറയുന്നു. ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നരകം പിടിച്ച ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചിട്ട് ഫിജിയിൽ പോയി നന്നായിട്ട് ജീവിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. അതും നഷ്ടമായല്ലോ എന്നൊക്കെ കൂട്ടുകാരൻ ഉസ്താരയോട് പറയുന്നു. പക്ഷേ ഉസ്താരയ്ക്ക് അതിനൊന്നും മറുപടിയില്ല. കാരണം ഉസ്താരയ്ക്ക് അഫ്ഷാനെ ആദ്യ കാഴ്ചയിൽ കണ്ടപ്പോഴേ ഒരു പ്രണയമൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉസ്താരയുടെ മൈൻഡ് മുഴുവൻ. അവളെ സഹായിക്കണമെന്നും ഉസ്താര തീരുമാനിക്കുന്നു. ഉസ്താര തന്റെ റൂമിൽ കിടത്തിയാണല്ലോ അഫ്ഷാന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും. അഫ്ഷാന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണ് ഉസ്താര. അങ്ങനെ പതിയെ പതിയെ അഫ്ഷാൻ ജീവിതത്തിലേക്കും തിരികെ വരുന്നു. അവളുമായിട്ട് കൂടുതൽ സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഉസ്താര. മാത്രവുമല്ല തന്റെ കൂട്ടുകാർക്കടുത്തേക്ക് ക്യാരംസ് കളിക്കുവാനൊക്കെ അഫ്ഷാനെ അവൻ കൊണ്ടുവരുന്നുമുണ്ട്. രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. ഈ ഉസ്താര ഒരു പ്ലേ ബോയ് ആണ്. അതുകൊണ്ട് തന്നെ പല പല സ്ത്രീകളെ അവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. അതെല്ലാം അഫ്ഷാൻ കാണുന്നുണ്ട്. ഒരു ദിവസം രാത്രി അഫ്ഷാൻ തന്റെ ഹസ്ബൻഡിനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഉസ്താര അവൾക്കടുത്തേക്ക് എത്തിയത്. അഫ്ഷാൻ തന്റെ ഭർത്താവിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഉസ്താരയോട് തുറന്നു പറയുന്നു. സത്യത്തിൽ അന്നേ ദിവസം അഫ്ഷാന്റെ ഹസ്ബൻഡ് ആണെങ്കിലോ താൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുവാനായി പോകുന്നെന്ന് പറഞ്ഞല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്. കറക്റ്റ് ആ റൗഡിക്കടുത്തേക്ക് അഫ്ഷാന്റെ ഹസ്ബൻഡ് എത്തുന്നുണ്ട്. അവിടെ ഒരു ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു. എന്നാൽ അഫ്ഷാന്റെ ഹസ്ബൻഡ് താൻ ഈ ഒരു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെന്നുള്ള കാര്യം റൗഡിയോട് പറയുമ്പോഴോ അത് ഞങ്ങളോടല്ല പറയേണ്ടത്, ജലാലിനോടാണെന്നും പറയുന്നു. ജലാലുള്ളത് സ്പെയിനിലാണ്. സ്പെയിനിലേക്ക് കോൾ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു റൗഡി. ജലാലയ്യ, ഞാൻ എന്തായാലും ഈ ജോലി ഉപേക്ഷിക്കുക. നിങ്ങളുടെ രഹസ്യമൊന്നും ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ അഫ്ഷാന്റെ ഹസ്ബൻഡ് പറയുന്നു. പക്ഷേ ജലാലാണെങ്കിലോ ആ ഒരു റൗഡിയോടും ഇൻസ്പെക്ടറോടും അഫ്ഷാന്റെ ഹസ്ബൻഡിനെ കൊന്നുകളയുവാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. കാരണം അവരുടെ രഹസ്യങ്ങളെല്ലാം അഫ്ഷാന്റെ ഹസ്ബൻഡിന് അറിയാമല്ലോ. എത്ര തന്നെ താൻ ആരോടും ഇത് പറയില്ല എന്നും മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും ഈ ഒരു നാട് വിട്ടേ താൻ പോകുമെന്ന് പറഞ്ഞിട്ടും ആരും കേട്ടില്ല. പോലീസ് ഇൻസ്പെക്ടറാണ് അഫ്ഷാന്റെ ഹസ്ബൻഡിനെ ക്രൂരമായി കൊന്നുകളയുന്നത്. ഓടിച്ചിട്ട് വേട്ടയാടി എന്ന് തന്നെ പറയാം. ഈ ഒരു കാര്യങ്ങളെല്ലാം അഫ്ഷാൻ സങ്കടത്തോടു കൂടി ഉസ്താരയോട് പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം DSP ഉസ്താരെ കോൾ ചെയ്യുന്നു. ജലാൽ സ്പെയിനിൽ നിന്നും ഒരു മീറ്റിംഗിനായിട്ട് നേപ്പാളിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചവനെ തീർക്കണമെന്നും DSP പറയുന്നു. ഉസ്താരയും കൂട്ടരും ജലാലിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് നേപ്പാളിലേക്ക് പോകുവാൻ റെഡിയാകുന്ന സമയം അഫ്ഷാൻ ഉസ്താരയ്ക്കടുത്തേക്ക് വരുന്നു. ജലാലിനെ കൊല്ലുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും നേപ്പാളിലേക്ക് പോവുകയാണെന്ന് അഫ്ഷാനോട് ഉസ്താര പറയുമ്പോഴോ താനും കൂടെ വരുന്നു. തന്റെ കൈകൊണ്ട് വേണം അവനെ കൊല്ലാനെന്നും അഫ്ഷാൻ പറയുന്നു. അങ്ങനെ ഉസ്താരയാണെങ്കിലോ അഫ്ഷാനെയും കൂട്ടിക്കൊണ്ടാണ് അവിടേക്ക് പോകുന്നതും. പക്ഷേ അവിടെ വന്നത് യഥാർത്ഥത്തിൽ ജലാലിന്റെ കൂട്ടാളികൾ മാത്രമായിരുന്നു. ജലാലാണെങ്കിൽ തന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാങ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മുൻപേ അറിഞ്ഞിരുന്നു. ആ ഒരു ഹോട്ടലിൽ വെച്ച് ആ ഒരു വക്കീലിനെ കൊന്നുകളഞ്ഞില്ലേ, അതിനുശേഷമാണ് തന്നെ ആരോ സ്കെച്ച് ഇടുന്നു എന്നുള്ള കാര്യം ജലാലിന് മനസ്സിലായതും. അതുകൊണ്ടാണ് തന്നെ സ്കെച്ച് ഇടുന്നവരെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ജലാൽ തന്റെ കൂട്ടാളികളെ അയച്ചത്. അവിടെ വെച്ച് വലിയ ഫൈറ്റ് നടക്കുന്നു. ഉസ്താരയുടെ കുറേ കൂട്ടാളികൾ അവിടെ വെച്ച് പരിക്ക് പറ്റുകയാണ്. എന്നാൽ ജലാലിന്റെ കൂട്ടാളികൾ കയ്യിൽ നിന്നും ഉസ്താര കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെടുന്നത്. ഈ ഒരു വിവരം ജലാൽ അറിയുന്നു. തന്നെ കൊല്ലുവാനായി ശ്രമിച്ചവൻ രക്ഷപ്പെട്ടതറിഞ്ഞ് ജലാൽ പറയുന്നത് ഉറപ്പായും ഞാൻ അവനെ കൊല്ലും. എന്റെ കുടുംബത്തിലുള്ളവൻ തന്നെ എന്നെ കൊല്ലുവാനായി നോക്കുന്നു എന്നായിരുന്നു ജലാൽ പറഞ്ഞത്. സത്യത്തിൽ ജലാലും ഉസ്താരയും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത് വഴിയേ മനസ്സിലാകും. മറ്റൊരു വശത്ത് അഫ്ഷാനെയും ഉസ്താരയുമാണ് കാണിക്കുന്നത്. അഫ്ഷാന് ഉസ്താരയുടെ അവസ്ഥ കണ്ട് വല്ലാതെ സങ്കടം വരുന്നു. എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ എന്ന് അഫ്ഷാൻ ഉസ്താരയോട് പറയുമ്പോൾ തന്റെ മനസ്സിലുള്ള പ്രണയമെല്ലാം ഉസ്താര അഫ്ഷാനോട് തുറന്നു പറയും. എന്നാൽ അത് കേട്ട് അഫ്ഷാന് വല്ലാതെ കുറ്റബോധം തോന്നുകയാണ്. തന്റെ ഭർത്താവിനോട് അഫ്ഷാൻ അത്രയ്ക്കും സ്നേഹമാണല്ലോ. ഉസ്താര പ്രപ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല. തന്റെ ഭർത്താവിനെ താൻ ചതിക്കുന്നത് പോലെയാണെന്ന് ചിന്തിച്ച് അഫ്ഷാൻ അവിടെ നിന്നും എന്നേക്കുമായി പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അഫ്ഷാനെ നേപ്പാൾ മുഴുവൻ ഉസ്താര അന്വേഷിക്കും. പക്ഷേ എവിടെ നോക്കിയിട്ടും അവളെ കണ്ടുകിട്ടിയതേയില്ല. ഉടനെ തന്നെ ഉസ്താര ബോംബെയിലേക്കും തിരിക്കുകയാണ്. മറ്റൊരു വശത്ത് ജലാലിനെ കാണിക്കുന്നു. ജലാലാണെങ്കിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരാളാണെങ്കിലും ആകെ അവൻ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ഒരു കുട്ടികളെ പോലെ പെരുമാറുന്നത് അവന്റെ ഭാര്യയായ രമ്യക്കടുത്ത് മാത്രമാണ്. രമ്യ എന്ന് വെച്ചാൽ അവൻ ഒരുപാട് ജീവന. രമ്യക്കാണെങ്കിലോ മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയ ക്രയോൺസ് ഒക്കെ എടുത്ത് അവൾ ഭിത്തിയിൽ പടം വരച്ചുകൊണ്ടേ നിൽക്കും.
അവൾക്കടുത്തേക്ക് എത്തുന്ന ജലാലും കുട്ടികളെ പോലായി മാറി ക്രയോണൊക്കെ എടുത്ത് ഭിത്തിയിൽ വരച്ചുകൊണ്ടേയിരിക്കുന്നു. ജലാലിന് രമ്യ എന്ന് വെച്ചാൽ ജീവനാണ്. മറ്റൊരു വശത്ത് ഉസ്താരയെ കാണിക്കും. ഉസ്താര നേരെ എത്തിയിരിക്കുന്നത് അഫ്ഷാന്റെ അമ്മായിയമ്മ നടത്തുന്ന ബിരിയാണി കടയിലേക്കാണ്. അഫ്ഷാൻ ഇവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുറെ നാളായി അവളെ കണ്ടിട്ടെന്നുള്ള കാര്യവും അമ്മായിയമ്മ പറയുന്നു. അഫ്ഷാനെ കാണാതായത് മുതൽ ഉസ്താരയുടെ മാനസിക നില തെറ്റി എന്ന് തന്നെ പറയാം. ഉസ്താരയെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവന്റെ കൂട്ടുകാരാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെയൊക്കെ അവനടുത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ ആര് വന്നിട്ടും ഉസ്താരയ്ക്കാണെങ്കിൽ മനസ്സിനങ്ങോട്ടൊരു തൃപ്തി കിട്ടുന്നില്ല. മാത്രമല്ല, പെൺകുട്ടികളൊക്കെ തന്റെ അടുത്ത് വരുന്ന സമയത്ത് അവൻ വല്ലാതെ കരച്ചിലാണ്. അവന്റെ കരച്ചിൽ കണ്ട് കൂട്ടുകാർക്കൊരു കാര്യം മനസ്സിലായി. ഉസ്താര അഫ്ഷാനെ അത്രയ്ക്കും അധികം സ്നേഹിക്കുന്നുവെന്ന്. ഒരു ദിവസം അലറി കരയുകയാണ് ഉസ്താര. അഫ്ഷാനെ ഓർത്താണ് അവൻ കരയുന്നത്. അഫ്ഷാൻ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം ആ ഒരു റൗഡിയല്ലേ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ഉസ്താര റൗഡിക്കടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ റൗഡിയുടെ ഗോഡൌണൊക്കെ കത്തിച്ചതിന് ശേഷമാണ് തിരികെ വരുന്നത്. ഈ ഒരു വിവരം DSP അറിയും. നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? ഈ ഒരു കാര്യം ജലാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ജലാലിനെ നമുക്ക് പിടികൂടുവാനായി കഴിയത്തില്ല എന്നുള്ള കാര്യം DSP പറയുന്നു. എന്നാൽ ഈ ഒരു കാര്യം ജലാൽ അറിഞ്ഞിരുന്നു. ജലാലിന് ആകെ ദേഷ്യം. അതേസമയം ഉസ്താരയാണെങ്കിലോ അഫ്ഷാനെ കുറിച്ചൊരു വിവരം അറിയുകയാണ്. അഫ്ഷാനെ ഉസ്താരയുടെ ഒരു കൂട്ടുകാരനാണെങ്കിലോ വിനായക ചതുർത്ഥി ദിവസം കണ്ടിരുന്നു എന്നുള്ള കാര്യം ഉസ്താരയോട് പറയുന്നു. അത് കേട്ട് ഉസ്താര ഷോക്കായി പോകും. കാരണം ഈ അഫ്ഷാനാണെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയല്ലേ. അങ്ങനെയുള്ള മുസ്ലിം പെൺകുട്ടി വിനായക ചതുർത്ഥി ദിവസം പൂജ ചെയ്യുവാനായി എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അവന് വിശ്വസിക്കുവാനേ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ വിനായക പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ഉസ്താരയെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ദേ പട്ടുസാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി സുന്ദരിയെ നടന്നു വരുന്ന അഫ്ഷാനെ ഉസ്താര കാണുന്നു. മാത്രവുമല്ല, അഫ്ഷാൻ ഇപ്പോൾ ആ ഒരു ഇൻസ്പെക്ടറിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അവിടേക്ക് ആ ഒരു ഡോണും വരുന്നുണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് പൂജ നടത്തുവാനായി പോകുന്നത്. മാത്രവുമല്ല, അഫ്ഷാന്റെ അമ്മായിയമ്മയില്ലേ, അവരും അവിടേക്ക് വരുന്നുണ്ട്. അവരെ അമ്മ എന്നാണ് അഫ്ഷാൻ വിളിക്കുന്നതും. പോലീസ് ഇൻസ്പെക്ടറിന്റെ ഭാര്യയെ പോലെ തന്നെയാണ് അഫ്ഷാൻ നിൽക്കുന്നതും. അങ്ങനെ പൂജ നടക്കുന്ന സമയം അഫ്ഷാൻ യഥാർത്ഥത്തിൽ അയാളെ വിവാഹം കഴിച്ചത് വെറും അഭിനയമായിരുന്നു. ഉസ്താരയോട് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, തന്റെ പ്ലാൻ താൻ തന്നെ നടത്തണമെന്ന് അഫ്ഷാൻ തീരുമാനിച്ചു. താൻ കാരണം ആർക്കും ഒരു പ്രശ്നം വരണ്ട, താൻ തന്നെ തന്റെ പ്രതികാരം വീട്ടാമെന്ന് തീരുമാനിച്ചാണ് അഫ്ഷാൻ ആ ഒരു ഇൻസ്പെക്ടറിനെ ഫേക്കായിട്ട് വിവാഹം കഴിച്ചതും. അങ്ങനെ പൂജ നടക്കുകയാണ്. പൂജ നടക്കുന്ന സമയം ആരും അറിയാതെ അഫ്ഷാൻ നൈസായിട്ട് ആ ഒരു ഗ്യാങ്സ്റ്ററിനെ കൊന്നുകളയുന്നു. എന്നാൽ ഇതെല്ലാം ആ ഒരു ഗ്യാങ്സ്റ്ററിന്റെ കൂട്ടാളി കാണുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിൽ അഫ്ഷാനെ കൊല്ലുവാനായി വരുന്ന സമയം തന്നെയായിരുന്നു അവിടേക്ക് ഉസ്താര വരുന്നതും വലിയ ഫൈറ്റ് നടക്കുന്നതും. അഫ്ഷാനാണെങ്കിലോ ഒന്നും അറിയാത്തതുപോലെ ഇൻസ്പെക്ടറിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ആ റൗഡിയെ ആരോ കൊന്നു എന്നുള്ള കാര്യം അഫ്ഷാൻ പറയുന്നു. ഇൻസ്പെക്ടർ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഉസ്താരയ്ക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. ഉസ്താര നേരെ പോകുന്നത് അഫ്ഷാന്റെ അമ്മായിയമ്മ നടത്തുന്ന ആ ഒരു ബിരിയാണി കടയിലേക്കാണ്. എന്താ ഇവിടെ നടക്കുന്നത്? അഫ്ഷാൻ ആ ഒരു ഇൻസ്പെക്ടറിനെ വിവാഹം കഴിച്ചു. നിങ്ങളുടെ പ്ലാനൊക്കെ എന്താണെന്നുള്ള കാര്യം ഉസ്താര ചോദിക്കുമ്പോൾ അമ്മായിയമ്മ ഒരു കാര്യം തുറന്നു പറയുന്നു. ഇതെല്ലാം DSPയുടെ ഐഡിയയാണ്. DSPയുടെ പ്ലാൻ എന്തെന്നാൽ അഫ്ഷാനെ കൊണ്ട് പോലീസ് ഇൻസ്പെക്ടറിനെ വിവാഹം കഴിച്ചതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ ചേർത്ത് അവരുടെ പ്ലാൻ എന്തെന്നുള്ള കാര്യം DSPക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് അഫ്ഷാനെ കൊണ്ട് പോലീസ് ഇൻസ്പെക്ടറിനെ വിവാഹം കഴിപ്പിച്ചത്. മാത്രമല്ല, അതിലൂടെ അഫ്ഷാന് അവളുടെ പ്രതികാരവും വീട്ടാനായിട്ട് കഴിയുമല്ലോ. അതായിരുന്നു DSPയുടെ പ്ലാൻ. ഇതെല്ലാം മുസ്താരയോട് അമ്മായിയമ്മ തുറന്നു പറയുകയാ. അഫ്ഷാൻ ഇൻസ്പെക്ടറിന്റെ ഭാര്യയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് DSPയെ കാണുവാൻ വേണ്ടിയിട്ട് അഫ്ഷാൻ എത്തുന്നത് വേഷമൊക്കെ മാറിയാണ്. ഇപ്പോൾ ദേ പർദ്ദ ധരിച്ചാണ് എത്തിയിരിക്കുന്നതും. എന്നിട്ട് DSPയോട് തന്റെ കണ്ടെത്തലുകളെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് അവിടെ ഉസ്താരയും നിൽക്കുന്നുണ്ട്. അതേ സമയം തന്നെയായിരുന്നു DSPയാണ് ജലാലിനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നും അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നും ഇൻസ്പെക്ടർ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ DSPയെ കൊല്ലണമെന്നും ഇൻസ്പെക്ടർ തീരുമാനിക്കും. അങ്ങനെ ഇപ്പോൾ DSP ഉള്ളത് ഒരു ട്രെയിനിലാണെന്നുള്ള കാര്യം ഇൻസ്പെക്ടർ അറിയുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇൻസ്പെക്ടർ. ഇതെല്ലാം ഉസ്താര മനസ്സിലാക്കിയിരുന്നു. ഉസ്താര ഉടനെ തന്നെ DSPക്ക് അടുത്തെത്തി നിങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ അടുത്ത സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം DSPയോട് പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ അടുത്ത സ്റ്റേഷൻ ആയപ്പോഴേക്കും ഇൻസ്പെക്ടറും കൂട്ടാളികളും ട്രെയിനിലേക്ക് കയറുകയാണ്. ട്രെയിനിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. കൂട്ടത്തിൽ പർദ്ദ ധരിച്ചിരുന്ന അഫ്ഷാനും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അഫ്ഷാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കാര്യം ഇൻസ്പെക്ടറിന് അറിയത്തേയില്ല. അങ്ങനെ ഇൻസ്പെക്ടർ ആണെങ്കിലോ DSPക്ക് അടുത്ത് വന്നിട്ട് നിങ്ങളാണോ ജലാലിനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്? കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ചതിക്കുകയായിരുന്നല്ലേ എന്നുള്ള കാര്യമൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. കൂടെ ഉസ്താരയും ഉണ്ടായിരുന്നു. എന്നാൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ DSPയെ ഷൂട്ട് ചെയ്യുന്നു. ഒപ്പം ഉസ്താരയും ഷൂട്ട് ചെയ്യുകയാണ്. ഉസ്താരയാണെങ്കിലോ തെറിച്ച് വെള്ളത്തിലേക്കാണ് വന്ന് വീഴുന്നത്. DSP സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയി. ഈ ഒരു വിവരം
കാര്യങ്ങളെല്ലാം പ്രസ് മീറ്റിൽ വന്നിരുന്ന് പറയുകയാണ് ഇൻസ്പെക്ടർ. അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അഫ്ഷാൻ തന്റെ അമ്മായിയമ്മയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആകെ ഉണ്ടായിരുന്ന വഴി DSPയും ഉസ്താരയുമായിരുന്നു. അതും അടഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? വിനായകൻ തന്നെ ഒരു വഴി കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞാണ് അഫ്ഷാൻ കരയുന്നതും. കാരണം അവൾക്ക് പ്രതികാരം വീട്ടുവാനായിട്ട് കഴിയുന്നില്ലല്ലോ. ഇനിയുള്ളത് ജലാലും ഇൻസ്പെക്ടറുമാണ്. ഇവരെ രണ്ടുപേരെയും കൊല്ലണമെന്നുള്ളതാണ് അവളുടെ ഏക ലക്ഷ്യവും. അതേ സമയമായിരുന്നു ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ടിരുന്ന അഫ്ഷാനാണെങ്കിൽ ഇൻസ്പെക്ടറിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നമ്മൾക്ക് എന്തായാലും ഹണിമൂണിന് പോകാം. നമ്മൾ പോകുവാനായി പോകുന്നത് സ്പെയിനിലേക്കാണ്. അവിടെയാണ് എൻ്റെ ബോസ് ഉള്ളത്. ബോസ് ഒരു പാർട്ടി നടത്തുകയാ. ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ടാണ് നമ്മൾ പോകുന്നതെന്നും ഇൻസ്പെക്ടർ പറയുന്നു. അത് കേട്ടതും അഫ്ഷാൻ ഒരുപാട് സന്തോഷമായി. കാരണം അവളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ജലാലിനെ കൊല്ലണം, ജലാലിനടുത്ത് എത്തിപ്പെടണമെന്നായിരുന്നു. പക്ഷേ അത് നടക്കത്തില്ല എന്ന് കരുതിയ സമയത്താണ് അവൾ ഭഗവാനോട് പ്രാർത്ഥിച്ചത്. ദേ ഇപ്പോൾ സ്പെയിനിലേക്ക് പോകുവാനായിട്ട് ഇൻസ്പെക്ടർ തന്നെ എല്ലാ കാര്യവും റെഡിയാക്കി കൊണ്ടുവന്നല്ലോ. അവൾ ഇൻസ്പെക്ടറിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇൻസ്പെക്ടറും അഫ്ഷാനും കൂടി നേരെ സ്പെയിനിലേക്ക് പോകുന്നു. സ്പെയിനിൽ വന്നിറങ്ങുകയാണ് രണ്ടാളും. അവിടെ വലിയ പാർട്ടി തന്നെയാണ് ജലാൽ ഒരുക്കി വെച്ചിരുന്നതും. പാർട്ടിയിലേക്ക് പങ്കെടുക്കുവാനായിട്ടും അഫ്ഷാനും ഇൻസ്പെക്ടറും എത്തുന്നു. എന്നാൽ അഫ്ഷാനാണെങ്കിൽ ആരും അറിയാതെ നൈസായിട്ടൊരു മുഖംമൂടിയൊക്കെ ധരിച്ച് തന്റെ വിരലിലുള്ള മോതിരവും അണിഞ്ഞുകൊണ്ടാണ് ജലാലിനടുത്തേക്ക് പോകുന്നത്. ആ മോതിരം ഉപയോഗിച്ചാണ് അവൾ ഓരോരുത്തരെയും കൊല്ലുവാനായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അഫ്ഷാൻ ജലാലിനെ കൊല്ലുവാനായിട്ട് വരുന്ന സമയം തന്നെയായിരുന്നു അഫ്ഷാന്റെ അടുത്തേക്ക് ഇൻസ്പെക്ടർ വരികയും ഇൻസ്പെക്ടർ അഫ്ഷാനെ തല്ലുന്നതും. സത്യത്തിൽ അഫ്ഷാൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള കാര്യം നാട്ടിൽ വെച്ച് തന്നെ ഇൻസ്പെക്ടർ അറിഞ്ഞിരുന്നു. അതെങ്ങനെയെന്നാൽ ട്രെയിനിൽ വെച്ച് DSP ഇൻസ്പെക്ടർ കൊന്നില്ലേ, DSPയുടെ പോക്കറ്റിൽ നിന്നും ഒരു ID കിട്ടിയിരുന്നു. ആ ID യഥാർത്ഥത്തിൽ അഫ്ഷാന്റേതാണ്. അഫ്ഷാനാണ് DSPക്ക് എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഇൻസ്പെക്ടറിന് മനസ്സിലായി. അഫ്ഷാൻ ആരാണെന്നുള്ള കാര്യം ഇൻസ്പെക്ടർ ജലാലിനോട് വിളിച്ച് പറയുകയുണ്ടായി. ജലാലാണ് അഫ്ഷാനെ സ്പെയിനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അവിടെയിട്ട് അവളെ കൊല്ലാമെന്നും ഇൻസ്പെക്ടറിനോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇൻസ്പെക്ടർ അവളെ സ്പെയിനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ ജലാൽ പറയുന്നത്, ഒരു ഭാര്യയെ കൺട്രോൾ വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തെറ്റുകാരൻ ആരാണ്? ഭർത്താവല്ലേ? അപ്പോൾ ജീവിച്ചിരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്തത് ഭർത്താവിനാണെന്ന് പറഞ്ഞിട്ട് അഫ്ഷാന്റെ കയ്യിൽ ഒരു ചുറ്റിക കൊടുക്കുകയാണ് ജലാൽ. എന്നിട്ട് അവളുടെ ഭർത്താവിനെ അടിച്ചു കൊല്ലുവാനായിട്ടും അഫ്ഷാനോട് പറയുന്നു. അഫ്ഷാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇൻസ്പെക്ടറിനോട് നല്ല പ്രതികാരമുണ്ടല്ലോ. ചുറ്റിക കിട്ടിയതും തന്റെ പ്രതികാരമെല്ലാം തീർക്കുകയാണ് അഫ്ഷാൻ. ഇൻസ്പെക്ടറിന്റെ തല അവൾ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു പൊളിക്കുകയാണ്. അവളുടെ പ്രതികാരം തീരും വരെ അവൾ തല്ലി ചതച്ചു. എന്നാൽ ജലാൽ ചെയ്യുന്നതോ പിന്നീട് അങ്ങോട്ടുള്ള കാലമെല്ലാം അഫ്ഷാനെ തന്റെ അടിമയായിട്ട് അയാളുടെ വീട്ടിൽ തന്നെയാണ് അവളെ പാർപ്പിച്ചിരുന്നതും. അങ്ങനെ ഏകദേശം 3 മാസം കടന്നുപോയി. അതിനുശേഷം ഉസ്താരയാണ് കാണിക്കുന്നത്. ഉസ്താര എന്ന് ഇൻസ്പെക്ടർ ഷൂട്ട് ചെയ്തില്ലേ, ഉസ്താര ഒരു പുഴയിലേക്ക് വീണു. എന്നാൽ ഉസ്താര രക്ഷപ്പെട്ടിരുന്നു. ഉസ്താര ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. ഏകദേശം പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അഫ്ഷാനുള്ളത് സ്പെയിനിലാണെന്ന് മനസ്സിലാക്കി ഉസ്താര ഉടനെ തന്നെ സ്പെയിനിലേക്ക് പോകും. സ്പെയിനിലുള്ള ജലാലിന്റെ വലിയ കൊട്ടാരത്തിലേക്കാണ് ആരും അറിയാതെ ഉസ്താര പ്രവേശിച്ചിരിക്കുന്നതും. അവിടെ വെച്ച് രമ്യയെ കാണുന്നു. രമ്യയെ കണ്ടതും ഉസ്താര ഞെട്ടിപ്പോവുകയാണ്. സത്യത്തിലെ രമ്യ ഉസ്താരയുടെ കസിൻ സിസ്റ്ററാണ്. വീട്ടുകാരെല്ലാവരും ചേർന്നാണ് രമ്യയെ കൊണ്ട് ജലാലിനെ വിവാഹം കഴിപ്പിച്ചത്. വിവാഹശേഷമാണ് ജലാൽ അത്രയും ക്രൂരമായിട്ടുള്ള ആളാണെന്നും ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യം രമ്യ മനസ്സിലാക്കിയത്. രമ്യ ഈ ഒരു വിവരങ്ങളെല്ലാം പോലീസിൽ വിളിച്ചറിയിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒരു കാര്യം താഴെയുള്ള ലാൻഡ് ലൈൻ വഴി അവൾ എന്താണോ പോലീസുകാരോട് സംസാരിച്ചത് അതെല്ലാം ജലാലിന്റെ സഹോദരൻ കേൾക്കുന്നുണ്ടായിരുന്നു. ജലാലിന്റെ സഹോദരൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ചേട്ടനെ ഇങ്ങനെ ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടത്തി ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ചേട്ടത്തിയെ ഞാൻ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞ് അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയാണ് ജലാലിന്റെ സഹോദരൻ. സത്യത്തിൽ ആ സമയം രമ്യ പ്രഗ്നന്റ് ആയിരുന്നു, അതും പൂർണ്ണ ഗർഭിണി. അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയാണ് ജലാലിന്റെ സഹോദരൻ. അവിടേക്ക് ഉസ്താര എത്തുകയാണ്. ഉസ്താര അവനെ ഒരുപാട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം രമ്യ തന്റെ കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ച് ജലാലിന്റെ സഹോദരനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നു. ആ ഒരു പ്രശ്നത്തിൽ രമ്യക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടമായി. അതിനുശേഷം ജലാൽ അവളെയും കൂട്ടി സ്പെയിനിലേക്ക് പോവുകയാണ് ചെയ്തത്. കുഞ്ഞിനെ നഷ്ടമായതിൽ പിന്നെ തനിക്ക് മാനസികമായ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ അവൾ ജലാലിനടുത്ത് അഭിനയിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഈ ഒരു നരക ജീവിതം ജീവിച്ച് എനിക്ക് മടുത്തു. ഇത്തവണയെങ്കിലും നീ എന്റെ ഹസ്ബൻഡിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഒരായുധം ഉസ്താരയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് രമ്യ. അങ്ങനെ ഉസ്താര അവിടെ നിന്ന് നേരെ പോകുന്നത് അഫ്ഷാനെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്കാണ്. അവിടെ നിന്നും അവിടെ ഉണ്ടായിരുന്ന ജലാലിന്റെ ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അഫ്ഷാനെയും രക്ഷിച്ചുകൊണ്ട് ഉസ്താര നേരെ പോകുന്നത് ജലാലുള്ള സ്ഥലത്തേക്കും. ജലാലാണെങ്കിലോ വലിയൊരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടേക്ക് എത്തുകയാണ് ഉസ്താര. അങ്ങനെ അവിടെ വെച്ച് ഉസ്താരയും ജലാലും തമ്മിൽ വലിയ ഫൈറ്റ് തന്നെ
തന്നെ നടക്കുന്നു. അത് കാണുവാൻ വേണ്ടിയിട്ട് രമ്യയും എത്തിയിട്ടുണ്ട്. രമ്യയാണെങ്കിൽ അതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കാണുന്ന ജലാലാണെങ്കിൽ ഒരു ഘട്ടത്തിൽ രമ്യയും കൊലപ്പെടുത്തുന്നു. എന്നാൽ അത് ഉസ്താരയ്ക്ക് സഹിച്ചില്ല. വലിയ ഫൈറ്റിനൊടുവിൽ ഉസ്താര അഫ്ഷാനെ അവിടേക്ക് വിളിക്കും. എന്നിട്ട് അഫ്ഷാനെ കൊണ്ട് തന്നെ ജലാലിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം അഫ്ഷാനെയും കൊണ്ട് ഉസ്താര നാട്ടിലേക്ക് വരികയും ഉണ്ടായി. ഒരുപാട് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു പിടികിട്ടാ പുള്ളിയാണ് ഈ ജലാൽ. അതുകൊണ്ട് തന്നെ ജലാലിനെ കൊന്ന കുറ്റത്തിൽ നിന്നും ഉസ്താരെ രക്ഷിക്കുകയാണ് DSP. അതെ, DSP ഒന്നും മരിച്ചിട്ടില്ലായിരുന്നു. DSP യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. ഏകദേശം പഴയതുപോലെ ജീവിതത്തിലേക്കും തിരികെ വന്നിട്ടുണ്ട്. DSP അവനെ സഹായിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉസ്താരയാണെങ്കിലോ അഫ്ഷാനുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതവും നയിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.